കലോത്സവ വേദികളിലെ ഗ്ലാമർ ഇനമാണ് ഒപ്പന. മണവാട്ടിയും തോഴിമാരും നല്ല താളത്തിൽ ഒപ്പന ചുവട് വെക്കുമ്പോൾ കാണാൻ തന്നെ നല്ല മൊഞ്ചാണെന്ന് കേട്ടിട്ടില്ലേ? ഇത്തവണത്തെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഇവർ ഹൈസ്കൂൾ വിഭാഗം ആണ് അല്ലേ? അപ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് ജില്ലയിലൊക്കെ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ പറ്റി. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ അടിപൊളിയാക്കി, എന്നിട്ട് സമ്മാനവും കരസ്ഥമാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവർ നമ്മളോട് പങ്കുവയ്ക്കും. എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തെക്കുറിച്ച്? നല്ല സന്തോഷം തോന്നുന്നു. ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ്, ഓരോ കുട്ടികളും നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നു. കിട്ടണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജില്ലയിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ഒരു പോയിന്റിന് പോയിട്ട് സെക്കൻഡായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ എങ്ങനെയും അത് തിരിച്ച് പിടിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ കട്ട് ചെയ്ത് അത്രയും നല്ല ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റേറ്റ് പോയി അവിടെ കളിച്ച് ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് പോയ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ സ്കൂളിനേക്കാളും മേലെ പോയിന്റ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. സന്തോഷത്തിനപ്പുറത്തേക്ക് ഭയങ്കര അഭിമാനം കൂടി തോന്നുന്ന ഒരു നിമിഷം. അതെ, നല്ല അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടണം എന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഞങ്ങൾക്ക് കിട്ടി. ടീച്ചേഴ്സ് ആയാലും പിന്നെ ഞങ്ങളെ സാറ് പഠിപ്പിക്കുന്ന മാസ്റ്റർ ആയാലും എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എത്താൻ പറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തു, ഹെവി പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. എന്താണ് പ്രാക്ടീസ് അനുഭവങ്ങളൊക്കെ? പ്രാക്ടീസ് അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കുറേ സപ്പോർട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ സാറാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് ഉണ്ടാവുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേറ്റ് പോയി കളിക്കാൻ പറ്റി. അതുകൊണ്ട് കിട്ടാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും നല്ല ഹാപ്പിയാണ്. ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവരുടെ അധ്യാപിക നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് അല്ലേ, ലാസ്റ്റ് മിനിറ്റ് വരെ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ടീച്ചർക്കും എന്തോ പറയാനുണ്ട്, എന്താ നമുക്ക് കേൾക്കാം. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 2-3-4 പേരുണ്ടായിരുന്നു. ഞങ്ങളും ഇങ്ങനെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് പോകാത്ത രീതിയിൽ ഒരാൾ മാറി മാറി വന്ന് ഓരോരുത്തരും അവരുടെ കൂടെ നിന്ന് അങ്ങനെ കളിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ അവരുടെ മാസ്റ്റർ ഉണ്ടായിരുന്നു. അവർ വരാത്ത ദിവസങ്ങൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് മാറി മാറി വന്ന് അങ്ങനെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ ജില്ലയിൽ പ്രൈസ് കിട്ടാതെ സംസ്ഥാനത്ത് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം അതൊരു സ്പിരിറ്റായിട്ട് എടുത്തിട്ടാണോ കുട്ടികളെ ട്രെയിൻ ചെയ്തത്? അതെ, ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് വരെ എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ജില്ലയിൽ ഇങ്ങനെ ഒരു പോയിന്റിന് പോയപ്പോൾ നല്ല വിഷമമുണ്ടായി. പിന്നെ അപ്പോൾ അപ്പീൽ കൊടുത്തു. അപ്പോൾ അവരും നല്ല ആവേശത്തിലായിരുന്നു. അവരുടെ എഫേർട്ട് തന്നെയാണ് കിട്ടാനുള്ള കാരണം. അവർ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മറ്റേ സ്കൂളിനേക്കാളും പോയിന്റിൽ നമ്മൾ എത്തുകയും ചെയ്ത്. ഇതിന് പിറകിൽ ട്രെയിനറിന്റെ എഫേർട്ടും ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. ആരായിരുന്നു ട്രെയിനർ? ഷെരീഫ് സാറ്. ഞങ്ങൾക്ക് 3 വർഷമായിട്ട് ഈ സാർ തന്നെ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ സ്റ്റേറ്റിൽ പോകണം ഈ സാറ് വന്നിട്ട്. പിന്നെ സാറ് നല്ല എഫേർട്ട് എടുക്കണം. സാറ് കുറേ ഫങ്ഷൻസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പ്രാക്ടീസിന് വന്നിരുന്നത്. ഞങ്ങൾക്ക് കുറേ തെറ്റുകളൊക്കെ തിരുത്തി തന്നിരുന്നു. സാറ് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ പോലെ തന്നെ കുറേ എഫേർട്ട് സാറും ഇട്ടിട്ടുണ്ട്. സാറിൻ്റെ വൈഫും വന്നിരുന്നു ഞങ്ങൾക്ക് പാട്ടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വിജയത്തിളക്കത്തിൽ നിങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്തായിരുന്നു സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ അധ്യാപകരൊക്കെ ഒരു പ്രതികരണം? എല്ലാവരും ചിലവാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇത് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് തന്നെ സ്റ്റേറ്റ് പോകുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കേണ്ടത് എന്തൊക്കെ വിശേഷങ്ങളും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാവരും ചോദിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നല്ല അഭിമാനം തോന്നുന്നു. അതെ, ഇവർ മാത്രമല്ല, PTMY ഹയർ സെക്കൻഡറി സ്കൂൾ മൊത്തത്തിൽ ഹാപ്പിയാണ് ഒപ്പനയിൽ ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ. അപ്പോൾ ഇത് തുടരാൻ സാധിക്കട്ടെ, സ്കൂള് ഒരുപാട് ഉന്നതിയിലെത്തട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. നില 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹന തബ്സിൻ. പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.